ഹായ് ഗായ്സ്, അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് ചെറിയ പെരുന്നാളിന്റെ വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ഏവർക്കും എന്റെയും എന്റെ ഫാമിലിയുടെയും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഇപ്പൊ ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞാണ്ട് ചായ കുടിക്കാൻ വേണ്ടി നിൽക്കാണ്. അപ്പോഴാണ് ഈ ഒരു ഇൻട്രോ എടുക്കുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ വീഡിയോക്ക് ഇപ്പൊ തന്നെ ഒരു ലൈക്ക് ഇട്ടേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ചായ കുടിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്റെ പെരുന്നാളിന്റെ ഡ്രസ്സ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കളർ ഷർട്ട്, അതായത് പച്ച കളർ ഷർട്ടും അതുപോലെ ബ്ലാക്ക് പാന്റും ആണ് കേട്ടോ ഞാൻ പെരുന്നാൾക്ക് ഡ്രസ്സായി എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിനി ചായ കുടിക്കാൻ വേണ്ടി പോകാം. അപ്പൊ നമ്മൾ രാവിലെ മുട്ട പുഴുങ്ങിയതും അതുപോലെ ഒരു ഗ്ലാസ് ചായയാണ് കേട്ടോ കുടിക്കുന്നത്. ഗായ്സ്, അപ്പൊ ഞാനിതാ മുട്ട പുഴുങ്ങിയത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ ഒന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പള്ളിയിൽ പോകാനൊക്കെ നേരം വൈകും. അപ്പൊ പിന്നെ രാവിലെ ചായ എടുക്കാൻ സമയം കിട്ടില്ല. പിന്നെ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ പായസം റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്നത് വെറുതെ ആണല്ലോ. അങ്ങനെ ഒരുപാട് തവണ പറഞ്ഞാണ് കേട്ടോ ഉമ്മാനോട്. പക്ഷെ ഉമ്മ ഇതാക്കണ ഇവിടെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ മുട്ട പുഴുങ്ങിയതും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇതൊക്കെ കഴിച്ചുകാണ്ട് ഇപ്പൊ അതാ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വീടിന്റെ പുറത്ത് ഇറങ്ങിയപ്പോൾ ഇതാക്കണ് സൂര്യനൊക്കെ നല്ല ഉദിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റ്. സാധാരണ പെരുന്നാളുകളിൽ ചില പെരുന്നാളൊക്കെ നല്ല മഴ കേൾക്കാറല്ലോ. ഗായ്സ്, അങ്ങനെ എന്റെ ചായ കുടിക്കൽ കഴിഞ്ഞു. ഇനി ഞാൻ നേരെ പള്ളിയിൽ പോവാണ് കേട്ടോ. ഗായ്സ്, അങ്ങനെ ഞാൻ പള്ളിയിലൊക്കെ പോയി ഇപ്പതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നേരെ കിച്ചണിൽ പോയി നോക്കാം കേട്ടോ. പായസമൊക്കെ റെഡി ആക്കണോ എന്ന് പോയി നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ കിച്ചണിൽ വന്നിട്ടുണ്ട്. കിച്ചണിൽ വന്നപ്പോ പായസം റെഡി ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഉമ്മ വേറെ പണിയിലായിരുന്നു. ഞാൻ പായസം റെഡിയായോ എന്ന് ചോദിച്ചപ്പോ പായസം പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പായസം ഇതാക്കണ് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പായസം അങ്ങനെ ചൂടായി വരുന്നത് കണ്ടില്ലേ. ഉമ്മ ഇവിടെ ഉള്ളിയൊക്കെ അരിഞ്ഞുകാണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കനും ചെറുതാക്കി കട്ട് ചെയ്ത് കണ്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് അരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയാണ്ട് ഒരു ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ദാ ഇവിടെ ബീഫൊക്കെ കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി ഇപ്പൊ ദാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ബീഫ് വെച്ചിട്ടാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും ഇവിടെ ദാ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പായസം നേരെ ഗ്യാസിൽ നിന്ന് മാറ്റി ഇപ്പൊ ഇതാക്കണ് തൊട്ടപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാക്കണ് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതുപോലെ നല്ല ആവി ഇങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി പായസം കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനുവേണ്ടി നമ്മൾ ഇതാക്കണ് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനങ്ങനെ തൊട്ടപ്പുറത്തുനിന്ന് ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലാസ്സിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇതാക്കണ് ഓരോ കയ്യിൽ ഇങ്ങനെ ക്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. പുറത്തേക്ക് ചാടാതെ ഒഴിക്കാൻ വേണ്ടി കുറേ നോക്കി, എന്നാലും എത്ര നോക്കിയിട്ടും പുറത്തേക്ക് പോവാതെ ഒഴിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇതാക്കണ് ഇപ്പൊ അതാ ക്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇത് ഒന്ന് കുടിച്ചു നോക്കാം. അങ്ങനെ ഞാൻ ഇതാക്കണ് ഹാളിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ അമ്മോന്റെ കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവന്റെ കൂടെ ഇതാക്കണ് ഞാനിങ്ങനെ പായസം കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. പായസം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. എന്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. പായസം നല്ല ചൂടുണ്ടായിട്ടാണ്. അങ്ങനെ പായസമൊക്കെ കുടിക്കൽ കഴിഞ്ഞു. പായസം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഞാനിതാ കിച്ചണിൽ വന്നിട്ടുണ്ട്. കിച്ചണിൽ വന്നപ്പോൾ ഇവിടെ ഉമ്മ ഫുഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതാ നല്ലതുപോലെ വഴറ്റി എടുക്കുന്നുണ്ട്. അതിനുശേഷം മല്ലിച്ചപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതും ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അതിനുശേഷം ഇതാക്കണ് ഉമ്മ ഉപ്പ് ഇട്ടുകൊണ്ട് ഇരിക്കണം കേട്ടോ. അങ്ങനെ ഉപ്പിടൽ കഴിഞ്ഞ് അതും ഇതാ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് മിക്സ് ചെയ്യൽ കഴിഞ്ഞ് നമ്മളെ കേക്ക് വെച്ച ബീഫ് ഇതാക്കണ് നേരെ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുക്കറിലേക്ക് ഇട്ടുകാണ്ട് നല്ലതുപോലെ മസാല മിക്സ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാക്കണ നല്ലതുപോലെ ഇങ്ങനെ നല്ലോണം പിടിക്കണമെങ്കിൽ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാക്കണ ഉമ്മ അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മിക്സ് ചെയ്യൽ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്യാപ്സിക്കന് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ക്യാപ്സിക്കനൊക്കെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇതാക്കണ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നല്ലതുപോലെ മിക്സിങ്ങിനനുസരിച്ച് അത് പിടിക്കുക. അങ്ങനെ ഞാൻ നല്ലൊരു ഉറക്കൊക്കെ ഉറങ്ങി എണീറ്റുകാണ്ട് കുളിച്ചു മാറ്റി ഫ്രഷ് ആയിട്ടാണ് ഈ നിൽക്കുന്നത് കേട്ടോ. ഞാൻ പള്ളി പോകാൻ വേണ്ടി നിൽക്കാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ പള്ളി പോകണം കേട്ടോ. ഇന്നലെ ആണെങ്കിൽ ഞാൻ ഉറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല ഉറക്കത്തിന്റെ ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് പള്ളി പോയി വന്നിട്ട് കാണാം.
ഗായ്സ് അങ്ങനെ ഞാൻ പള്ളിയിലൊക്കെ പോയി ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നല്ല വിശപ്പുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഗായ്സ് അങ്ങനെ ഞാനിവിടെ കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാനിതാകണ ചെമ്പിന്റെ അടപ്പ് ജസ്റ്റ് ഒന്ന് മാറ്റിയതാണ് കേട്ടോ. ഇപ്പോ നമുക്ക് ഇന്ന് ഫുഡായിട്ടുള്ളത് ബീഫ് മന്തിയാണ് കേട്ടോ. അപ്പൊ ഇതാക്കണ നമ്മള് ബീഫ് മന്തി നേരെ പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ്. ആദ്യം തന്നെ നമ്മൾ ബീഫാണ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ബീഫ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതാ കുറച്ച് റൈസും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം നല്ലപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് റൈസ് എടുത്തുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇതാക്കണ് ഓരോരുത്തർക്ക് ഇതാ ഉമ്മ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബീഫ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോരുത്തർക്ക് ഇങ്ങനെ. അങ്ങനെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നേരെ ടേബിളിൽ ഓരോന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മയോണൈസ് അതുപോലെ റെഡ് സോസ് ഒക്കെ ഉണ്ട് കേട്ടോ. റെഡ് സോസ് നമ്മൾ സാധാരണ വെക്കാറില്ല. മയോണൈസ് മാത്രമാണ് മന്തിയിലേക്ക് നമ്മൾ വീട്ടിൽ വെക്കാറ് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ റെഡ് സോസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതാക്കണ് നേരെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിനു വേണ്ടി നമ്മൾ ഇതാക്കണ് പ്ലേറ്റിലേക്ക് ഇപ്പോൾ കുറച്ച് ഫുഡ് എടുത്തിട്ടുണ്ട്. ഇത് ബീഫിന്റെ ഫ്രൈ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കണ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മളെല്ലാ സാധനങ്ങളും ടേബിളുമ്മ കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതാക്കണ ഇനി പതുക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. വീട്ടുകാർ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് കണ്ട് ഇപ്പൊ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 2 മണി ആയിട്ടുണ്ട് കേട്ടോ. സമയമൊക്കെ നേരം ഏകദേശം വൈകിയിട്ടുണ്ട്. ഞാനങ്ങനെ ഇതാക്കണ് ഇപ്പൊ അതങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് പിന്നീട് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ കരുതുന്നുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാനൊക്കെ. അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാകണ് കണ്ടില്ലേ. ഫുഡ് കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാനായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ് കേട്ടോ. നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ പുറത്തേക്ക് പോകാനായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ക്ലൈമറ്റും കാര്യങ്ങളൊന്നും. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നല്ല കുഴപ്പമില്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ടും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ 2 സ്ഥലം ഉണ്ടാകുമ്പോൾ പിന്നെ പുറത്തേക്ക് പോകണ്ട എന്ന് കരുതിയതാണ് കേട്ടോ. ഞങ്ങൾ പുറത്തേക്കൊക്കെ പോകാനായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പം നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗായ്സ് അങ്ങനെ നമ്മൾ രാത്രിക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ കിച്ചണിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഫുഡ് ഇതാ പ്ലേറ്റിലേക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിതാ പ്ലേറ്റിലേക്ക് ഫുഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഇതാ മയോണൈസും ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഇതാക്കണ് പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതാക്കണ മയോണൈസൊക്കെ കുറച്ച് എടുത്തുകൊണ്ട് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമയമൊക്കെ നേരം വൈകിട്ടൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഫുഡ് കഴിക്കണമല്ലോ. ഉച്ചക്കത്തെ ഫുഡാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഞാനിതാ പതുക്കെ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ് അങ്ങനെ എന്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമന്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.